ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രവർത്തനമാണ് ദാനധർമ്മം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവുമൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. ഏതൊരു മതവിശ്വാസത്തിലും ഈ 3 നന്മകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. എല്ലാ വിശ്വാസികളും, ഈ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ മതവിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമാണ് ദാനധർമ്മം ചെയ്യേണ്ടതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നിൻ്റെ ദൈവം അറിയണം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടണം, ആ ഒരു ബോധ്യമായിരിക്കണം. അതല്ലാതെ ലോകമറിയണം, ലോകത്തിൽ നിന്ന് അംഗീകാരം കിട്ടണം, മറ്റുള്ളവരെല്ലാം എന്നെ പ്രശംസിച്ച് പറയണം എന്നുള്ള ചിന്തയോടുകൂടി, മനോഭാവത്തോടുകൂടി നീ ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ മുഴുകിയാൽ അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നീ ദാനധർമ്മം ചെയ്യുന്നവനായിട്ട് തരം താഴും എന്ന് തിരിച്ചറിയണം. ഒരു സഹോദരൻ, അദ്ദേഹം എല്ലാ ഇടവുകളിലെ തിരുനാളുകളിലും വലിയ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. ആരും അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാറില്ല. ഏത് പള്ളിയിൽ തിരുനാളുകൾ നടന്നാലും ഇദ്ദേഹം അവിടെ പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ദാനധർമ്മമായിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആരും അറിയാതെ അദ്ദേഹം അവിടെയുള്ള പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കും. ഇങ്ങനെ ഇദ്ദേഹം ആരും അറിയാതെ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അടുത്തറിഞ്ഞപ്പോഴാണ് അതിൻ്റെ പിന്നിലെ ആ മനോഭാവം, രഹസ്യം എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഈ മനുഷ്യൻ, ഈ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ വീട്ടിൽ വരുന്നവർക്ക് ദാനധർമ്മം ചെയ്യുമായിരുന്നു. ആ ദാനധർമ്മം ചെയ്യാൻ ഈ മകനെ, വീട്ടിലുള്ള മകനോടാണ് പറയുന്നത്. അവർ ഒരു പ്രത്യേക ഒരു ബോക്സ് വീട്ടിൽ വച്ചിട്ടുണ്ട്. എന്ത് സമ്പാദ്യം കിട്ടിയാലും ഒരു ദശാംശം ആ ബോക്സിൽ അവരിടും. ഈ കുടുംബത്തിൽ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്നത് ഇവൻ കണ്ടു വളർന്നത് കൊണ്ടാണ് ദാനധർമ്മം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഇവൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നത്. കൊടുക്കുന്നതിൽ ഒരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യം. ഇനി അവർ നന്മയ്ക്ക് ഉപകരിക്കുകയോ തിന്മയ്ക്ക് ഉപകരിക്കുകയോ ചെയ്താലും ദൈവം അവരെ നോക്കിക്കോളുമെന്നുള്ള മനോഭാവം, ആരാലും അറിയപ്പെടണമെന്നുള്ള ചിന്ത ഈ മനുഷ്യനില്ല. അതിൻ്റെ പിന്നിലെ കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്രായം മുതലേ ദാനധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സമ്പത്ത് ദൈവമാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ ദശാംശം നമ്മൾ ദൈവത്തിനും അതുപോലെ തന്നെ മനുഷ്യർക്കും ഉപകരിക്കുന്ന രീതിയിൽ കൊടുക്കണം. ദൈവത്തിന് നമ്മുടെ സമ്പത്തൊന്നും ആവശ്യമില്ല, എങ്കിലും ദൈവിക കാര്യങ്ങളിലും നമ്മൾ കൊടുക്കണം. ഇത് ഈ മകന് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഇവനോട് ബോധ്യം കൊടുത്ത് വളർത്തുമായിരുന്നു. വീട്ടിൽ ഭിക്ഷയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബോക്സിലിരിക്കുന്ന പൈസയിൽ നിന്ന് ഇഷ്ടമുള്ളത് ഈ മകന് കൊടുക്കാനായിട്ട് ഈ മാതാപിതാക്കൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല മൂല്യങ്ങൾ, നല്ല സുവിശേഷാത്മകമായ ഒരു ജീവിതശൈലിക്ക് ഉപകരിക്കുന്ന നല്ല ബോധ്യങ്ങൾ ഈ മാതാപിതാക്കൾ ഇവന് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ കൊടുത്തു വളർത്തി. വളർന്നു കഴിഞ്ഞിട്ടും ഈ ഒരു ബോധ്യം അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് നല്ല ഉയർന്ന സമ്പത്തും നല്ല ജോലിയുമൊക്കെ കിട്ടി വിവാഹം കഴിഞ്ഞു. എന്നിട്ടും ഈ ദാനധർമ്മം ചെയ്യുന്ന ആ ഒരു മനോഭാവം അദ്ദേഹം കൈവിട്ട് കളഞ്ഞില്ല.
അത് കൊണ്ട് തന്നെ നടന്നു. ജീവിതത്തിൽ അദ്ദേഹം കൊണ്ട് നടക്കുകയാണ്. ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, കൊടുക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു ബലമാണ്, അതൊരു അനുഗ്രഹമാണ്. എൻ്റെ മക്കൾക്ക് അതൊരു അനുഗ്രഹമാണ്. എൻ്റെ തൊഴിൽ മേഖലകൾക്ക് അതൊരു അനുഗ്രഹമാണ്. ഞാൻ ആരെയും അറിയിക്കാതെയാണ് ചെയ്യുന്നത്. ആരോടും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാതെ ചെയ്യുന്നുണ്ട്. കാരണം ദാനധർമ്മം അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മഹത്തായ ഒരു കർമ്മമാണെന്നും ദൈവം ആഗ്രഹിക്കുന്നതാണെന്നും അത് മറ്റാരും അറിയാതെ ചെയ്യണമെന്നും എനിക്ക് ബോധ്യമുണ്ട്. പ്രിയമുള്ളവരെ, പേരിനും പ്രശസ്തിക്കും വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രശസ്തിക്ക് വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. പത്രമാധ്യമങ്ങളിൽ അറിയപ്പെടണമെന്നുള്ള ചിന്തയോടെ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യം, അങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിലെ ആ ദാനധർമ്മ പ്രവൃത്തി ഏതിന് തുല്യമാണെന്ന് ഈ വചനം പഠിപ്പിക്കും. വചനം ഇപ്രകാരമാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യം, ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രങ്ങൾ പോലെയുമാണ്. നോക്കണം, സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ മലിന വസ്ത്രം പോലെ ആകാൻ കാരണം എന്താണ്? ദാനധർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയണമെന്നുള്ള ചിന്തയോടെ ചെയ്യും. ദാനധർമ്മം ചെയ്യുമ്പോൾ 4 പേര് അറിയണമെന്നുള്ള മനോഭാവത്തോടെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു നടന്ന് ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ആ ദാനധർമ്മ പ്രവൃത്തികൾ, ആ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ചിലരൊക്കെ പലരും പറയുന്നുണ്ട്, കാരണം ദാനധർമ്മം ചെയ്തിട്ട് മറ്റുള്ളവരറിയേ, മറ്റുള്ളവരുടെ പ്രശസ്തി കിട്ടാനായിട്ട്, നമ്മുടെ പേരും പെരുമയും ഈ ലോകത്തിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ച് ദാനധർമ്മം ചെയ്തവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ദാനധർമ്മങ്ങൾ മലിന വസ്ത്രം പോലെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെന്ന് അവർ തിരിച്ചറിയണം. കാരണം നിർമ്മലമായ ഒരു വസ്ത്രമായിട്ട് മാറണമെങ്കിൽ, ശുദ്ധമായ ഒരു വസ്ത്രമായിട്ട് നിൻ്റെ ദാനധർമ്മ പ്രവൃത്തികൾ മാറണമെങ്കിൽ അത് രഹസ്യമായി തന്നെ ചെയ്യണം. കാരണം രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് വലിയ പ്രതിഫലം തരും, വലിയ പ്രതിഫലം തരും. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 10, നീ അവന് ഉദാരമായി കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദാനധർമ്മം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. അവിടെയെല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. കൊടുത്തിട്ട് ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. സുഭാഷിതങ്ങൾ 11:25, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഉദാരമായി ദാനം ചെയ്യുന്നവന് സമ്പന്നനാകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവൻ മറ്റുള്ളവരുടെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല അവൻ ദാനധർമ്മം ചെയ്യുന്നത്. ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, ദൈവം തന്നു, അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ, പണത്തിനും പ്രശസ്തിക്കും അംഗീകാരത്തിനുമല്ലാതെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിച്ച് ദൈവ സന്നിധിയിൽ താൻ സ്വീകാര്യനാകണമെന്നുള്ള ആഗ്രഹത്തോടെ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് അവനെ സമ്പന്നനാക്കിക്കൊണ്ടിരിക്കും. കാരണം അവന് നഷ്ടമുണ്ടാവുകയില്ല. സുഭാഷിതങ്ങൾ 28:27, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല, അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്ന് ദാനധർമ്മം ചെയ്യാൻ മടിക്കുന്ന, സ്വാർത്ഥതയുടെ ആ പിടിയിൽ അമർന്ന ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യനിന്ന് സ്വാർത്ഥതയാണ്. കൊടുക്കാനായിട്ടുള്ള ഒരു തുറവി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുടുംബങ്ങളിൽ നിന്ന് ആ പരിശീലനമില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ മനുഷ്യൻ, അദ്ദേഹം കുഞ്ഞുനാളിൽ അവൻ്റെ ഭവനത്തിൽ നിന്നാണ് ഈ ദാനധർമ്മത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞത്. മാതാപിതാക്കൾ പഠിപ്പിച്ചു, ഇത് ചെയ്യണം, ഇത് ചെയ്യുന്നതിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ആയുസ്സും ആരോഗ്യവും, നിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിനക്ക് വിജയവും, നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കർത്താവ് അനുഗ്രഹം കൂടുതൽ തരുമെന്നൊക്കെ അവൻ്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചതുകൊണ്ട് അവൻ ദാനധർമ്മം ചെയ്യുന്നതിൽ ഒരു മടുപ്പും കാണിച്ചില്ല. മറ്റുള്ളവരറിയപ്പെടാതെ ദാനധർമ്മം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ
ഇന്ന് നമ്മുടെയൊക്കെ മക്കളെ എങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഒരു ദാനധർമ്മത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബോക്സ് വെച്ച് അവിടെ പൈസ ശേഖരിച്ച് മക്കളെ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ? വീട്ടിൽ വരുന്ന ഏതെങ്കിലും ദരിദ്രരെ മക്കളിലൂടെ സഹായിക്കാനായിട്ട്, അത് പരിശീലിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ താല്പര്യമെടുക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ട് എന്താണ്? സ്വാർത്ഥതയിൽ മക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങൾ തമ്മിൽ പോലും പങ്കുവയ്ക്കാനായിട്ടുള്ള ആ മനസ്സ് നഷ്ടപ്പെടുകയാണ്. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ, നിൻ്റെ സഹോദരർ തമ്മിലുള്ള ബന്ധത്തിൽ അവിടെ സ്നേഹവും ഐക്യവും ഊട്ടി ഉറപ്പിക്കപ്പെടും. ദാനധർമ്മം ചെയ്യാതെ മക്കളെ സ്വാർത്ഥതയിൽ വളർത്തി വന്നാൽ ആ മക്കളിലൂടെ കുടുംബത്തിൽ ശാപം കടന്നു വരും. തോബിയാസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കൊച്ചു തോബിയാസിന് ഉപദേശം നൽകുന്നത് കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നിൻ്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വളർന്നു വരുന്ന തലമുറ പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാൻ കാരണം മാതാപിതാക്കൾ മക്കളെ ഉപദേശിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ തോബിയാസിന് കൊടുക്കുന്ന ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കും കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. കാരണം നിൻ്റെ എല്ലാ പ്രവൃത്തികളും നീതിനിഷ്ഠമായിരിക്കണം. എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. കാരണം നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. ചിലരൊക്കെ ദാനധർമ്മം ചെയ്യാനായിട്ട് താല്പര്യമെടുക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ദാനധർമ്മം ചെയ്തിട്ടും അവരുടെ കുടുംബങ്ങളിൽ ഒരു ഐശ്വര്യമോ സമാധാനമോ സന്തോഷമോ കാണുന്നില്ല. അതിന് കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു വലിയൊരു സത്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ സമ്പത്ത് സ്വരൂകൂട്ടിയത്, അവർ സമ്പത്ത് നേടിയത് ആരുടെയൊക്കെയോ കണ്ണുനീര് കൂടെ വീഴ്ത്തിയിട്ടാണ്. ചിലരൊക്കെ അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ട് അതിൽ നിന്ന് ദാനധർമ്മം ചെയ്യാനായിട്ട് പോകുന്നവരെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ദാനധർമ്മം ചെയ്തിട്ടും ആ കുടുംബങ്ങളിൽ സമാധാനവും ഐശ്വര്യവും കടന്നു വരാത്തതിൻ്റെ കാരണം നീ അർഹിക്കാത്തത് നീ നേടിയെടുത്തു. നീതിനിഷ്ഠയോടെയുള്ള സമ്പാദ്യമാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. വളഞ്ഞ വഴികളിലൂടെ അല്ലെങ്കിൽ കവർച്ചയിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിച്ചും തട്ടിച്ചും ഏതെങ്കിലും തിന്മയുടെ പ്രവൃത്തികൾ ചെയ്ത് ചിലരൊക്കെ മദ്യം വിറ്റ് അനേകരുടെ കണ്ണുനീര് കുടിപ്പിച്ച് അനേകം കുടുംബങ്ങളെ തകർത്തിട്ട് മദ്യം വിറ്റ് സമ്പാദ്യം നേടിയിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ദാനധർമ്മം എന്ന് പറഞ്ഞ് നീ കൊടുത്താലും അത് നിനക്ക് അനുഗ്രഹം തരുകയില്ല. അത് കർത്താവിൻ്റെ മുമ്പിൽ മലിന വസ്ത്രം പോലെയാണ്. അങ്ങനെയുള്ള ദാനധർമ്മങ്ങളൊക്കെ മലിന വസ്ത്രം പോലെ കർത്താവ് കാണും. ആ ദാനധർമ്മത്തിന് നിനക്ക് അനുഗ്രഹം കിട്ടില്ല. അത് നീ ചെയ്യാതിരുന്നാൽ ആ പൈസയെങ്കിലും കുറച്ച് നാൾ ഇവിടെ അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അനീതിപരമായി ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താമെന്നും ദരിദ്രരെ സഹായിച്ച് രക്ഷ നേടാമെന്നും വിചാരിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് വഴിതെറ്റും. ഇന്ന് കുടുംബങ്ങളിൽ ഇന്ന് തകർച്ചകൾ, വിവാഹമോചന കേസുകൾ ആഘോഷമായിട്ട് നല്ല കുടുംബത്തിലൊക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് മക്കളൊക്കെ ഗതി പിടിക്കാതെ പോകാൻ കാരണം എന്താണ്? അനീതിപരമായുള്ള സമ്പാദ്യം. അത് നീ എന്തൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും അത് നിനക്ക് സന്തോഷവും സമാധാനവും തരികയില്ല. അത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വചനത്തിന് വലിയൊരു ശക്തിയുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനം ദാനധർമ്മത്തോട് ചേർന്ന് ചിന്തിച്ച് ധ്യാനിച്ച് ജീവിക്കേണ്ട വചനമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടും പറയുകയാണ്, 4-ാം അധ്യായം 11 വീണ്ടും പറയുകയാണ്, ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. നിനക്ക് കൊടുക്കാൻ കഴിയുന്ന വിശിഷ്ടമായ കാഴ്ചയാണ് ദാനധർമ്മം. ഒരു ദരിദ്രനെ, ഒരു പാവപ്പെട്ടവനെ, ഒരു രോഗിയെ കാണുമ്പോൾ നീ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കുമ്പോൾ, അവൻ്റെ കുടുംബത്തിലെ ഭക്ഷണം വയ്ക്കാനായിട്ട് നീ പൈസ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ ദാനധർമ്മം ചെയ്യുകയാണ്. അത് ആരും അറിയാതെ നീ ചെയ്താൽ
നിനക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നോക്കണം, ദാനധർമ്മത്തിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവചനത്തിലൂടെ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ കർത്താവിന് കടം കൊടുക്കുകയാണ്, ആ കടം കർത്താവ് വീട്ടും. ദാനധർമ്മം ചെയ്ത് നശിച്ചു പോയ ഒരു മനുഷ്യനെയും നമുക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റില്ല. പക്ഷെ ചിലർ പറയും, എൻ്റെ വീട്ടിൽ ഒത്തിരി ദാനധർമ്മം ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കുടുംബം തകർന്നു പോയി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അനീതിയിലൂടെ നേടിയ സമ്പത്തായിരിക്കും. നീതിയോടെ ജീവിച്ചിട്ട് നേടിയ സമ്പത്ത് നീ ദാനധർമ്മം ചെയ്താൽ നീ ദരിദ്രനാകാൻ കർത്താവ് അനുവദിക്കില്ല. നിൻ്റെ കുടുംബത്തിൽ മുട്ടിപ്പാടുണ്ടാവുകയില്ല, നിൻ്റെ കുടുംബത്തിൽ അന്നം തീർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാം അധ്യായം 17, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. നോക്കണേ, വചനം പഠിപ്പിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:17 വചനം പഠിപ്പിക്കുന്നു, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല, അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദരിദ്രരുടെ വേദന കണ്ടിട്ട്, ദരിദ്രരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട്, നിനക്ക് നിൻ്റെ കയ്യിൽ സമ്പാദ്യമുണ്ടായിരുന്നിട്ട്, നിൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ട് ദൈവം തന്നതിൻ്റെ ആ ഓഹരി അനുസരിച്ച് ഒരു ദശാംശം മാറ്റിവെച്ച് അതൊക്കെ ദരിദ്രർക്ക് കൊടുത്ത് സഹായിക്കാതെ അവരുടെ നേരെ കണ്ണടച്ചിട്ട് നീ ജീവിച്ചാൽ അത് ശാപമായിട്ട് മാറും. ആ സമ്പത്ത് കുടുംബത്തിൽ ശാപമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. സുഭാഷിതങ്ങൾ 12:3, ദുഷ്ടനിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല, നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുകയില്ല. നമ്മുടെ സമ്പാദ്യം നമ്മൾ ദുഷ്ടതയിലൂടെ നേടാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പ് നഷ്ടപ്പെടുന്നത്. ഇന്ന് മനുഷ്യൻ പല രീതിയിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. വലിയ വലിയ വീടുകൾ വയ്ക്കുവാനും വലിയ വലിയ ബാങ്ക് ബാലൻസുകൾ ഉയർത്തി കാണിക്കാനും വേണ്ടി വളഞ്ഞ വഴിയിലൂടെ, വഞ്ചനയിലൂടെയും ചതിവിലൂടെയും മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തി സമ്പാദ്യം നേടിയിട്ട് അതിൽ സുരക്ഷിതത്വം കണ്ടാമെന്ന് വിചാരിച്ചാൽ അത് നിലനിൽപ്പുണ്ടാവുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ അവരിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങി വച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കർത്താവിനും ദരിദ്രർക്കും എന്ന് പറഞ്ഞ് കൊടുത്താലും ദൈവം നമ്മുടെ പ്രവൃത്തിയിൽ സംപ്രീതനാവുകയില്ല. സുഭാഷിതങ്ങൾ 11:24, ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. നോക്കണം, നിനക്ക് ദൈവം തരുന്ന സമ്പത്ത്, നിൻ്റെ നീതിപൂർവമായ ജീവിതത്തിലൂടെ നിനക്ക് ലഭിക്കുന്ന സമ്പത്ത് നീ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ദാനധർമ്മം ചെയ്യാതെ അത് പിടിച്ചു വെച്ച് ജീവിച്ചാൽ നിനക്ക് വളർച്ച ഉണ്ടാവുകയില്ലെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നീ ദരിദ്രനായിട്ട് മാറും. ചിലരൊക്കെ അറിയില്ലേ, കാരണം കിട്ടുന്ന സമ്പാദ്യം കാരണം ഈ പിശുക്കരായിട്ട് മാറും. വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും പണം ചെലവിടാതെ പിശുക്കി പണം ഇങ്ങനെ പിടിച്ച് വെച്ച് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. കുറേ കഴിയുമ്പോൾ ഇവരറിയാതെ തന്നെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തീർന്നു പോകും. ഒരു രോഗം വന്നാൽ മതി, ഒരു പനി വന്നാൽ മതി, ലക്ഷങ്ങളാണ് ഇന്ന് നഷ്ടപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന സമ്പത്ത് അത് നീതിയോടെ നമ്മൾ ഉപയോഗിച്ചാൽ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും കൊടുത്ത് ദാനധർമ്മത്തിൻ്റെ ജീവിതം ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും തകർച്ചയുണ്ടാവുകയില്ല. സാമ്പത്തിക മേഖലകളിൽ ഒരു ദാരിദ്ര്യം അനുഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. അതല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച് ആർക്കും കൊടുക്കാതെ സമ്പത്ത് കൂട്ടിയിരുന്നാൽ ഒരു രോഗം വന്നാൽ, ഒരു ഓപ്പറേഷൻ വന്നാൽ ആ പണമെല്ലാം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും, ദരിദ്രനായിട്ട് മാറും. അതാണ് ഈ വചനം വളരെ ശക്തമായിട്ട് പറയുന്നത്. ഒരാൾ ഉദാരമായി നൽകിയിട്ട് കൂടുതൽ ധനികനാകുന്നു. ചിലരുടെയൊക്കെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമ്പാദ്യം അനുസരിച്ച് ദാനധർമ്മ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒരു തകർച്ചയുമില്ല. അവർക്കെപ്പോഴും ധനികനായി തന്നെ നിൽക്കാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നൽകേണ്ടത് പിടിച്ചു വച്ചിട്ട് മറ്റൊരുവൻ അവൻ്റെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതും കാണാനായിട്ട് പറ്റും. പിശുക്കന്മാർ സമ്പത്ത്, ദൈവം തരുന്ന സമ്പത്ത് പിശുക്കി കുടുംബത്തിലുള്ളവർക്ക് പോലും അർഹതപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാതെ, അവർക്കുള്ളതൊക്കെ കൊടുക്കാതെ ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ ശ്രമിക്കുന്നവൻ അവൻ ദരിദ്രനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. പ്രഭാഷകൻ 7:32, ദരിദ്രനെ കൈ തുറന്ന് കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. വീണ്ടും പ്രഭാഷകൻ 35:10-11,
കർത്താവിന് മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധി കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. ദാനധർമ്മം ചെയ്യുമ്പോഴും നീ ദശാംശം കൊടുക്കുമ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ചിലരൊക്കെ പറയും, അയ്യോ ഞങ്ങൾക്കൊന്നുമില്ല, ഇല്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് വളരാനായിട്ട് കഴിയില്ല. സാമ്പത്തിക മേഖലകളിൽ ഉയരണമെങ്കിൽ ദൈവം തന്നതിൽ നിന്ന് നമ്മുടെ സമ്പത്തിൻ്റെ അളവനുസരിച്ച് അത് ദാനം ചെയ്യാൻ കൂടിയുള്ള മനസ്സുണ്ടാകണം. 5 രൂപയെങ്കിൽ 5 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, അത് നമ്മുടെ സമ്പത്തിൻ്റെ നമ്മുടെ വരവനുസരിച്ച് ദാനം ചെയ്താൽ, പ്രിയമുള്ളവരെ, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യണം. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം തിരുവചനം കൂടെ ഈ തിരുവചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ മനസ്സുകളിൽ ജീവിതത്തിൽ സ്വീകരിക്കാം. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് സ്നേഹിക്കുന്നത്. നീ ദാനധർമ്മം ചെയ്യുമ്പോഴും അത് സന്തോഷത്തോടെ കൊടുക്കുക. ആരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ, ആരും അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ മുൻനിർത്തി നീതിയോടെ ജീവിച്ച് നീതിയോടെ നേടുന്ന സമ്പത്തിൽ നിന്ന് നീ ദാനധർമ്മം ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുകയായിരുന്നുവല്ലോ. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാനധർമ്മം വിശിഷ്ടമായ ബലിയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ദാനധർമ്മം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അഭിവൃദ്ധി കടന്നു വരുമെന്നും അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, നീതിപൂർവം സമ്പാദിച്ച് നീതിപൂർവം ജീവിച്ച് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും സ്നേഹത്തോടെ നൽകുവാനും ദാനധർമ്മ പ്രവൃത്തികളിൽ സന്തോഷത്തോടെ നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.